Bye bye. Good luck to you. Bye bye. ഹായ് ഫ്രണ്ട്സ്, മത്തായി വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് തായ്ലാൻഡിലെ ഒരു മുതലക്കുളത്തിൽ നിന്നുള്ള വീഡിയോ ആണ്. അപ്പം മുതലകളെ എങ്ങനെ വലിച്ചു മോളിൽ കയറ്റാം, വായിൽ കൈയിടാം, തല മുതലയുടെ വായിൽ വയ്ക്കാം എന്നുള്ള ഒരു മനോഹരമായ വീഡിയോ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് തായ്ലാൻഡ് പട്ടായയിലെ ഒരു പാർക്കുണ്ട്, മില്ലേനിയേഴ്സ് പാർക്ക്, കോക്കഡൈൻ പാർക്ക്. ഇവിടുത്തെ പ്രത്യേകതകൾ വർഷങ്ങൾക്ക് മുമ്പുള്ള കുറേ കല്ലുകൾ, അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ, ചെറിയ പൂന്തോട്ടം, അല്ല മുതലകൾ, നൂറുകണക്കിന് മുതലകൾ, മറ്റ് വന്യമൃഗങ്ങൾ, അങ്ങനെയുള്ള ഒരു വളരെ മനോഹരമായ ഒരു പാർക്കിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. തായ്ലാൻഡിൻ്റെ മണ്ണിൽ കാലുറപ്പിച്ചതിന് ശേഷം ആദ്യത്തെ ഒരു വിസിറ്റാണ് ഈ മുതലക്കുളത്തിൻ്റെ പാർക്കിലേക്കുള്ള യാത്ര. അങ്ങനെ കവാടത്തിലെത്തി. തായ്ലാൻഡ് ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പാർക്കിലുള്ളതെന്ന് മനസ്സിലായി. ഇംഗ്ലീഷ് ഒന്നും തന്നെ വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. എങ്കിലും ഉള്ള ആക്ഷനൊക്കെ കാണിച്ച് നമ്മുടെ ടിക്കറ്റ് കൊടുത്ത് മുറിച്ച് തായ്ലാൻഡിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആധുനിക പഴയകാല ചിത്രകലകളൊക്കെ ഒരുമിച്ച് സമന്വയിപ്പിച്ചിട്ടുള്ള ചില പിക്ചറുകളും രൂപങ്ങളൊക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അവരുടെ ആ പഴയകാല ചിത്രങ്ങളും രൂപങ്ങളൊക്കെയുള്ള കടകൾ ഇവിടെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഭയങ്കര ഹൈജീനിക്കാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള മരങ്ങൾ, അതിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് നല്ല ക്ലിയർ ആയിട്ട് ഒരു നല്ല തണൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ശ്രീബുദ്ധൻ്റെ വളരെ മനോഹരമായ ഭക്തിപൂർവം ഇവിടെ അവർ ഒരു അമ്പലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ കടന്നു ചെല്ലുന്നവർക്ക് അവിടെ തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആയിരിക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ മതത്തിന് ഫൗണ്ടേഷൻ ഇട്ട, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോയ, ഇന്ന് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് തായ്ലാൻഡിൽ 90% ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതമാണ് ബുദ്ധമതം എന്നുള്ളത്. അപ്പോൾ ആ ശ്രീബുദ്ധൻ ജനിച്ച ഇന്ത്യ, പണ്ട് ഇപ്പോൾ നേപ്പാളിൻ്റെ പാർട്ടാണെങ്കിലും പണ്ട് ജനിച്ചത് ഇന്ത്യയിൽ ആയിരുന്നു, മരിച്ചതും ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു മഹാത്മാവിൻ്റെ പ്രതിമയുടെ മുന്നിൽ മറ്റൊരു രാജ്യത്ത് നിൽക്കുക എന്നുള്ളത് ഒരു അഭിമാന നിമിഷമാണ് ഏതൊരു ഇന്ത്യക്കാരനും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ശ്രീബുദ്ധൻ്റെ മനോഹരമായ പ്രതിമയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് പാർക്കിൻ്റെ, അതായത് നമ്മുടെ മുതലക പാർക്കിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ വളരെ ഓപ്പണാണ്, AC റൂമൊന്നും അല്ല. ഇവിടെ തായ്ലാൻഡ് ഭാഷയിൽ എന്തൊക്കെയോ അനൗൺസ് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തുടർന്നും നമുക്ക് മുതലകളുടെ അഭ്യാസം കാണാം. മുതലക്കുളത്തിൻ്റെ ഉള്ളിലേക്ക് ഈ മുതല ഷോ കണ്ടക്ട് ചെയ്യുന്ന ലീഡർ എത്തിക്കഴിഞ്ഞു. ബുദ്ധമത ആചാരപ്രകാരമുള്ള അവരുടെ ഏറ്റവും ഒരു വലിയൊരു കാര്യമാണ് ഈ നിലയ്ക്ക് കുമ്പിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ പാർട്ട്, കാരണം ഒരു വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. അതിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ ഭയഭക്തിയോടു കൂടിയാണ് അവരത് നടത്തുന്നത്.
ราชาคิโยนี่คุณอาบุตรรัตน์ยันโตเดี๋ยวให้กิจกรรมจบลงแล้วนักเรียนกับโปรเจกต์กันอาเล็กน้อย 치워주는 건 다 깬다. 우와. 우와. Stop. Namo Sama Chikintiyo Dengan apa Bawa Jati Arai Sawara Ayam Sakit Siang Dan Siang Ja Ini China Korea Rusia Arab France Japan India ทุกสามบ้านเฮาBye bye, good luck to you.
എന്തായാലും ഈ ഷോ നടത്തുന്ന ആള് അവരുടെ തായ്ലാൻഡ് ഭാഷയിൽ ഭയങ്കര തമാശകളൊക്കെ പറഞ്ഞ് കാണികളെയൊക്കെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് അങ്ങോട്ട് ചെല്ലാം, മുതലയുടെ വായിൽ കൈയിടണമെങ്കിൽ അയാൾ സഹായിക്കാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ട്. എന്തായാലും തൽക്കാലം ഞങ്ങൾ ആരും അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഷോ നടത്തുന്ന ആള് അവസാനം ഇത്രയും അപകടം പിടിച്ച ഈ മുതലയുടെ വായിലേക്ക് സ്വന്തം തല ഇത്രയും റിസ്ക് എടുത്ത് കയറ്റി വച്ച് ടാറ്റ പറഞ്ഞ് ഈ മുതല ഷോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച. എന്തായാലും എല്ലാവർക്കും നമസ്കാരമൊക്കെ പറഞ്ഞ് തായ്ലാൻഡ് സംസ്കാരത്തിൻ്റെ പാട്ടും അവരുടെ വിശ്വാസത്തിൻ്റെ പാട്ടൊക്കെ ആയിട്ടുള്ള നമസ്കാരമൊക്കെ പറഞ്ഞ് അവർ പൈസ എടുത്ത് കാണിക്കുകയാണ്. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എന്തായാലും അതിനുശേഷം പലരും കയ്യിലിരുന്ന പൈസ സന്തോഷ സൂചകമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൈയൊക്കെ കൂപ്പി പലരും കൊടുക്കുന്നത്. എന്തായാലും വളരെ ഹൃദ്യമായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ പേടിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും അവിടെ ഉണ്ടായിരുന്നവർ ഷോ കണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മുതലകളുടെ വീഡിയോ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. വളരെ അപൂർവമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. തായ്ലാൻഡിലെ പട്ടായയിലെ മുതലക്കുളത്തിൽ നിന്ന് ഒരു കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.